നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഒരു മാറ്റം വേണ്ടേ? ഇന്ന് ഏതായാലും ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. കളിയാക്കാനുള്ള സാമൂഹിക സാഹചര്യങ്ങളെ കൈയടക്കത്തോടെ അവതരിപ്പിച്ചാൽ ഉഷാറാകുന്ന ഒരു കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഞാനും കണ്ടിട്ട് കുറെ കാലമായി. ഇന്ന് ഇവന്മാരുടെ ടെക്നിക്ക് കാണാം. സമീപകാല സംഭവങ്ങളിൽ എന്തെങ്കിലും ഒന്നെങ്കിലും മത്സരങ്ങളിൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ പ്രിയപ്പെട്ടവരെ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെല്ലാം വിഷയങ്ങളിൽ അവൻ പഠിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കൂടിയുള്ള സന്ദേശമാണ് ഈ 64ാമത് സ്കൂൾ കലോത്സവം. മനോഹരം, ഗംഭീരം, ഒരക്ഷരം പോലും തെറ്റിയില്ല. കൃത്യം 11:30 മത്സരം തുടങ്ങി. ദേ വന്നു. എന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അല്ലേ കൊടുക്കണ്ടു. അപ്പൊ തന്റെ സ്വർണ്ണം ഇല്ലേ? ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? എന്നാ ഉണ്ടാക്കാനുള്ള വിദ്യൊക്കെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലടോ, സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ആവാം. സംശയമൊന്നുമില്ലല്ലേ? നമ്മളെയാണല്ലോ മച്ചമ്പി. വലിയ വലിയ സ്ഥലങ്ങളൊക്കെ കട്ട്ല വാതില് ശില്പങ്ങളൊക്കെ സ്വർണം കൊണ്ട് പൊതിഞ്ഞതുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ആർക്കും പൊളിച്ചോണ്ട് പോവാന്നാ പറയണതേ. അധികം നോട്ടൊന്നുമില്ലടോ. താന് വേണമെങ്കിൽ 2-3 കൊണ്ടുപോയിക്കോളൂ. ഞാൻ പോണു, എനിക്ക് സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. ഈ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇത്തവണ വേദിയിലെത്തി. റെലവന്റ് ആയിട്ടുള്ള വിഷയമാണല്ലോ. ഉണ്ട്. കോടതി വിധിയിൽ തനിക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കും. ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ശരിക്കും മനസ്സിലാവാഞ്ഞിട്ട് കാണേണ്ട ഒരു ഐറ്റം ആണ് ഇത്. ശരി, ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.